ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണിച്ചു തരാൻ പോണത് എണ്ണയില്ലാതെ എങ്ങനെ പപ്പടം പൊള്ളിച്ചെടുക്കാമെന്നാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അപ്പമൊക്കെ ചൂടാനെടുക്കുമ്പോൾ എണ്ണ തുണിയില്ലേ, ആ തുണി കൊണ്ട് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ പപ്പടം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എണ്ണയില്ലാതെ എങ്ങനെ പപ്പടം പൊള്ളിക്കുക എന്നുള്ള പല വീഡിയോസും ഞാൻ നമ്മുടെ യൂട്യൂബിൽ കണ്ടു കേട്ടോ. പക്ഷേ അതൊന്നും ഇങ്ങനെ ഫുള്ളായിട്ടല്ല, എല്ലാം കീറിയാണ് പൊള്ളിച്ച് കാണിക്കുന്നത്. മാത്രമല്ല നമ്മളെ ആദ്യം കാണിക്കുന്ന ഫോട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ എണ്ണയ്ക്കകത്ത് പൊരിച്ച പപ്പടമാണ് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ എല്ലാവരും എന്താണ് ആ വീഡിയോ കാണാതിരിക്കില്ലല്ലോ, അതൊരു ട്രിക്കാണ്. പക്ഷേ ഞാൻ കാണിച്ചു തരാൻ പോണത് നേരായ രീതിയിൽ തന്നെ, അതായത് ഫുള്ളിലാണ് കേട്ടോ. നമ്മൾ ഇട്ട് കൊടുക്കുന്നു, തിരിച്ചും മറിച്ചും ഇതിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ പപ്പടം നന്നായി തന്നെ പൊള്ളി വരും. പിന്നെ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്ത് പൊള്ളിച്ചല്ല എടുക്കുന്നത്. ഇതിങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്താൽ മതി. നല്ല ഉഗ്രനായിട്ട് നമ്മുടെ പപ്പടം പൊള്ളി വരും കേട്ടോ. ഇനി അഥവാ നിങ്ങൾക്ക് നമ്മുടെ വെളിച്ചെണ്ണയുടെ ടേസ്റ്റും വേണമെന്നുണ്ടെങ്കിൽ വേറൊരു മാർഗ്ഗമുണ്ട്. നമ്മളിങ്ങനെ പൊള്ളിച്ചെടുക്കുന്ന ആ സമയത്ത് തന്നെ നമ്മുടെ എണ്ണത്തുണി ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഒപ്പിക്കൊടുക്കുക കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ അടുത്ത പപ്പടം ഇടുകയാണ് കേട്ടോ. ചട്ടകം ഇല്ലാത്തതുകൊണ്ടല്ല, ഇതിങ്ങനെ പെട്ടെന്ന് എപ്പോഴും ഇടേണ്ടതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് എടുത്തതേ ഉള്ളൂ. നന്നായിട്ട് തന്നെ പൊള്ളി വരും കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് സാധനം കൈ കിട്ടും. ആ വീഡിയോസിലൊക്കെ കാണിച്ചത് കുക്കറിനകത്ത് പൊള്ളിച്ചെടുക്കുന്നതാണ് കേട്ടോ. അത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി കീറിയിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് കാണിച്ചത്. ഇതാ ഇങ്ങനെ പൊള്ളിച്ചാൽ ഒരു കുഴപ്പമില്ല, അടിപൊളിയായിട്ട് നമ്മുടെ പപ്പടം റെഡിയായി കിട്ടും. പിന്നെ ചുട്ട പപ്പടത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നേ ഉള്ളൂ. കാരണം നന്നായിട്ട് പൊള്ളി വരുന്നതുണ്ടോ. എണ്ണയ്ക്കൊക്കെ ഇതുപോലെ വില കയറുമ്പോൾ അല്ലെങ്കിൽ രോഗങ്ങളെ പലതിലും തടയാൻ സാധിക്കും കേട്ടോ, എണ്ണ ഒഴിവാക്കുകയാണെങ്കിൽ. അങ്ങനത്തെ നമ്മുടെ പപ്പടം നല്ല അടിപൊളിയായിട്ട് പൊള്ളി വരുന്നുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ച് മറിച്ച് വിട്ടെടുക്കുമ്പോൾ നമുക്ക് എണ്ണയുടെ ടേസ്റ്റ് കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എണ്ണ തുണി കൊണ്ട് ഇതാ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒപ്പിക്കൊടുത്താൽ മതി. ഒരുപാടൊന്നും വേണ്ട. മറിച്ചിട്ടിട്ടും കൂടെ ഇങ്ങനെ ഒന്ന് ഒപ്പിക്കൊടുക്കുക കേട്ടോ. കണ്ടോ, അപ്പം നമ്മുടെ പപ്പടമൊക്കെ ഞാനിതാ 4 എണ്ണം പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ അടിച്ച് കാണിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒച്ച സൗണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കേൾക്കാം കേട്ടോ. അങ്ങനെ കാണിച്ചതാണ്. പക്ഷേ ചീവിടിൻ്റെ ശബ്ദം കാരണം ഒന്നും കേൾക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ സൗണ്ടൊക്കെ ഓഫാക്കി വെച്ചതാണ് കേട്ടോ. നന്നായിട്ട് മൊരിഞ്ഞ് കണ്ടോ, ഒടിക്കുമ്പോൾ തന്നെ മനസ്സിലാകത്തില്ലേ, അടിപൊളിയായിട്ടാണ് കേട്ടോ നമ്മുടെ പപ്പടം പൊള്ളി വന്നേക്കുന്നത്. അപ്പോൾ ഇതാ ഓയിൽ ഫ്രീ ആയിട്ട് ഇങ്ങനെ പപ്പടം പൊള്ളിച്ചെടുക്കണമെങ്കിൽ ഇതിങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.